ഇന്നത്തെ കാലത്ത് ഇദ്ദേഹം ജീവിച്ചിരുന്നെങ്കിലേ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള ഒരു ഫുഡ് വ്ളോഗറായിട്ട് മാറിയനെ. ആരാന്നല്ലേ? കുംഭകർണൻ. നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റില് കുംഭകർണൻ എന്ന് പറഞ്ഞാൽ ഒരു തടിയൻ, അല്ലെങ്കിൽ ഒരു തീറ്റപ്രാന്തൻ, ഒരു മന്ദബുദ്ധി, ഇങ്ങനെയൊക്കെയാണല്ലേ. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണൻ ഏതാണ്ട് തോറ്റു എന്ന് ഉറപ്പായ സമയത്താണ് കുംഭകർണനെ ഉണർത്താൻ ചെല്ലണത്. DJ മ്യൂസിക് അല്ല, നാസിക് ഡോലാണ് ചെവിയിൽ വെച്ചു കൊടുത്തത്. ഒരു രക്ഷയില്ല, ഉണർന്നില്ല. പിന്നെ ആനകളെ മേല് നടത്തിപ്പിച്ച് ബോഡി മസാജൊക്കെ ചെയ്തു നോക്കി, കൂടുതൽ സുഖമായിട്ട് ഉറങ്ങി എന്നല്ലാണ്ട് ഉണർന്നില്ല. പിന്നെ മദ്യം കൊണ്ടുവന്ന് മൂക്കിൻ്റെ അടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ മണം വന്നപ്പോഴാണ് മൂപ്പരൊന്ന് ഉണർന്നത്. ഇങ്ങനെയൊക്കെ ഒരു കോമേഡിയൻ എൻട്രി ആണ് കുംഭകർണന് രാമായണത്തിൽ. പക്ഷെ ഉണർന്നതിന് ശേഷം ഭക്തനായിട്ടുള്ള കുംഭകർണൻ രാവണനെ ഉപദേശിക്കുന്നുണ്ട്. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്, സീത ലക്ഷ്മി ദേവിയാണ്, അന്യന്റെ ഭാര്യ അപഹരിച്ചു കൊണ്ടുവന്ന് സ്വയം നശിക്കണത് എന്തിനാ, ഇത് ധർമ്മല്ല, ആ സീതാദേവിയെ വിട്ടുകൊടുത്തേക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രാവണൻ എന്താ പറയണേ? ഭീമാകാര ശരീരം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ മുഴുവൻ പേടിയാണ് എന്ന് പറഞ്ഞ് കുംഭകർണനെ കളിയാക്കുക. അങ്ങനെ രാജ്യത്തിനും സഹോദരനും ഒക്കെ വേണ്ടി സ്വയം ജീവൻ ബലി കഴിക്കാൻ തയ്യാറാവുകയാണ് കുംഭകർണൻ. മരിക്കുന്ന ഉറപ്പാണ്, എന്നിട്ടും യുദ്ധത്തിന് പോയി. രാമനെ ആദ്യം യുദ്ധക്കളത്തിൽ കാണുന്ന സമയത്ത് ശത്രുതയല്ല, രാമന്റെ കാൽക്കൽ പോയി നമസ്കരിക്കാനാണ് കുംഭകർണന് തോന്നണത്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. പുറമേ രാക്ഷസവേഷത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിൽ കുംഭകർണൻ രാമസ്തുതികൾ പാടി സന്തോഷിക്കുകയായിരുന്നു. അങ്ങനെ രാമബാണമേറ്റ് വളരെ സന്തോഷത്തോടെ മോക്ഷം നേടുകയാണ് കുംഭകർണൻ. ഇനി 6 മാസം ഉറക്കം, 6 മാസം ഭക്ഷണം എന്നുള്ളത് കുംഭകർണന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് കാണണ്ട. കാരണം ലങ്കയിലെ ഭരണം ശരിയല്ല, രാവണന്റെ ഭരണം അനീതി നിറഞ്ഞതാണ്. കുറേ പറഞ്ഞു നോക്കി ഏട്ടനോട്, ഇത് അനീതിയാണ്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ഭരിക്കരുത് എന്നൊക്കെ. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ ഈ അധർമ്മം നിറഞ്ഞ ഭരണത്തിനെതിരെ താൻ അറിഞ്ഞോ അറിയാതെയോ അതിൽ ഭാഗഭാക്കാവരുത് എന്ന് കരുതിയിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ ഉറക്കം. ലങ്കയിലെ അനീതി നിറഞ്ഞ ഭരണത്തേക്കാൾ കുംഭകർണന് ഇഷ്ടം ശാന്തത നിറഞ്ഞ ഉറക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈശ്വരന്മാര് നിർദേവത്വത്തിന് പകരം നിദ്രാവത്വം നൽകി കുംഭകർണനെ പറ്റിക്കല്ല, രക്ഷിക്കുകയാണ് ചെയ്തത്.